ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് അംബ്രല്ല ഫ്രോക്കിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ആദ്യം നമുക്ക് ബോഡി പാർട്ട് നോക്കാം. അതിനായിട്ട് ഒരു ബ്രൗൺ ഷീറ്റ് ആവശ്യാനുസരണം ഒരു ഫോൾഡ് ചെയ്ത് എടുക്കുക ഇതുപോലെ. എന്നിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് താഴോട്ടേക്ക് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് 14 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് കിട്ടുന്നത്, അത് മാർക്ക് ചെയ്യുക. നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗത്തോട് 1 ഇഞ്ച് കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ്. അതായത് ചെസ്റ്റ് റൗണ്ടായ 36 / 4 - 1 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് ലെങ്ത്ത്. അതായത് 8 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് ലെങ്ത്ത് വരുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹാഫ് ഷോൾഡർ നോക്കാം. അതായത് നമുക്ക് ഷോൾഡറിന് എത്രയാണോ അതിൻ്റെ പകുതിയോട് 1 ഇഞ്ച് കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ഷോൾഡർ. അപ്പം ഇവിടെ 14.5 അതിൻ്റെ പകുതിയോട് 1 ഇഞ്ച് കുറച്ചാൽ കിട്ടുന്നത് 6.25 ഇഞ്ചാണ്. ആ 6.25 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗത്തോട് 1 ഇഞ്ച് കൂട്ടിയാൽ താണ് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം. ഇവിടെ ഇപ്പം 9.25 കിട്ടുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 36 / 4 + 1 ഇഞ്ച് 9.25. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ട് വരയ്ക്കാം. നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. നമ്മുടെ വേസ്റ്റ് റൗണ്ടായ 30.5 / 4 + 3/4 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം. അതായത് 8.25 ഇഞ്ചാണ്. ഇനി ഈ 2 ലൈന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആം ഹോൾ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി 1 ഇഞ്ച് കോണിച്ചും 1 ഇഞ്ച് നേരെ മേലോട്ടും കൊടുക്കാം. ഇനി മേലേന്ന് താഴേക്ക് 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി കൊടുക്കാം. ഇനി ആ പോയിൻറ്റിൻ്റെ 2ൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ഫ്രണ്ട് ആം ഹോൾ ഷേപ്പ് ചെയ്യാം. 1/2 ഇഞ്ചിലൂടെ ആ 1 ഇഞ്ച് പോയിൻറ്റിലൂടെ അറ്റത്തേക്ക് ജോയിൻ ചെയ്യാം. ഇനി ബാക്ക് ആം ഹോൾ ഷേപ്പ് കൊടുക്കാം. 1 ഇഞ്ച് കോണിച്ചതിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 12 ഭാഗമാണ്. അത് നമ്മളിവിടെ 1/4 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് വൈഡായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 3.25 എടുത്തേക്കുന്നത്. 36 / 12 പ്ലസ് ഒരു 1/4 ഇഞ്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് കൊടുത്തേക്കുന്നത് 5 ഇഞ്ചാണ്. അപ്പം അത് ഒന്ന് സ്ക്വയറായിട്ട് വരയ്ക്കുക. എന്നിട്ട് സ്ക്വയർ ഷേപ്പാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ആ കോൺ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലൊരു കർവ് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു. ഇത്രയാണ് ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് സീം ഇട്ട് കൊടുക്കാം. അപ്പോൾ സീം ഇടാൻ നമുക്ക് താഴെ വേണ്ടത് നമ്മൾ സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അവിടെ 1/2 ഇഞ്ച് സീം കൊടുത്താൽ മതി. നമുക്ക് സൈഡിൽ 1 ഇഞ്ച് സീം കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അടുത്ത് 1/2 ഇഞ്ച് സീമാണ് കൊടുക്കേണ്ടത്. ആദ്യം ബാക്ക് ആം ഹോളിന് ആ ഷേപ്പിലൂടെ സീം കൊടുക്കുക. ഇനി ഷോൾഡർ, ഞാൻ അവിടെ ജോയിൻ ചെയ്തില്ല, അതൊന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഷോൾഡറിന് 1/2 ഇഞ്ച് സീം കൊടുക്കുക. ഇനി 1/4 ഇഞ്ച് നെക്കിന് കൊടുക്കുക. ആ ഷേപ്പിലൂടെ തന്നെ സീം ഇട്ട് പോകാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഫ്രണ്ട് ആം ഹോളിനും കൂടെ സീം ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയാണ് സീം വരുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. സീം ഇട്ട ലൈനിലൂടെ വേണം കട്ട് ചെയ്യാൻ, മാറിപ്പോവരുത്.
ഇനി നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്കിതിൽ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യണം. ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിനേക്കാൾ ഇറങ്ങിയതാണ്, അതുകൊണ്ടാണ് നമ്മളിതിൽ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാത്തത്. ഇപ്പം നമ്മൾ ബാക്ക് പാർട്ടാണല്ലോ വെട്ടി വെച്ചേക്കുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക. നമ്മൾ ഫോൾഡ് ചെയ്തതൊന്ന് നിവർത്തി വെക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്ക് നമ്മൾ നെക്ക് വിഡ്ത്തായ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നെക്ക് വിഡ്ത്തും നമുക്ക് നെക്ക് ഡെപ്ത്ത് വേണ്ടത് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ചും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ വരയ്ക്കുക. ഇനി ഏതാണോ ഷേപ്പ് വേണ്ടത് ആ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ റൗണ്ട് ഷേപ്പാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിന് നമുക്ക് സീം ഇട്ട് കൊടുക്കാം. 1/4 ഇഞ്ച് സീമാണ് ബാക്ക് നെക്കിന് വേണ്ടത്. ഇനി നമുക്ക് ഈ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കാം. ഇനി ബാക്ക് നെക്ക് വെട്ടാം. ഇപ്പം ബാക്ക് പാർട്ടായി. നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. നെക്കിലൂടെ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇനി ആം ഹോളിൻ്റെ അവിടെ കട്ട് ചെയ്യണം. ഇങ്ങനെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതൊന്ന് എഴുതി കൊടുക്കാം മാറിപ്പോവാതിരിക്കാൻ. ഇത് ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട്. ഇനി നമുക്കിത് ക്ലോത്തിലേക്ക് കട്ട് ചെയ്യണം. അതിനായിട്ട് ക്ലോത്ത് ആവശ്യാനുസരണം ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്യുക. ഒരു ഫോൾഡ് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ്. ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ പാറ്റേൺ പേപ്പർ ക്ലോത്ത് ഫോൾഡിങ്ങിന് എഴുതിയ ഭാഗം വേണം ഫോൾഡ് ചെയ്ത ഭാഗത്ത് വെക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ട്രേസ് ചെയ്യാം. ഫോൾഡിങ് വരുന്ന ഭാഗം വേണം ഇവിടെ വെക്കാൻ, നെക്കിൻ്റെ ഭാഗം. ഞാനിവിടെ ഓൾറെഡി ട്രേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒഴുകി കളിക്കുന്ന തുണിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നീങ്ങിപ്പോവാതിരിക്കും. ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. നമുക്ക് സ്ലീവ് പാർട്ടിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഞാൻ കുർത്തയ്ക്ക് ചെയ്ത അതേ ടൈപ്പ് സ്ലീവ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ അവിടെ ഷോർട്ട് സ്ലീവ് ആയിരുന്നു, ഇവിടെ ഫുൾ സ്ലീവാണ്. ഇവിടെ എ-ലൈൻ കുർത്തയ്ക്ക് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഷേപ്പിംഗ് ഒക്കെ ചെയ്തത്. ഇത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചൊരു പാറ്റേൺ ആയിരുന്നു. നമ്മൾ എ-ലൈനിൻ്റെ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കർവ് ചെയ്തെടുത്തേക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ
സ്ലീവിൻ്റെ വിഡ്ത്തും ഷേപ്പിങ്ങും ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് എ-ലൈൻ കുർത്തേൻ്റെ സ്ലീവിൻ്റെ വീഡിയോ കാണുക. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് വ്യത്യാസം വരുന്നത് താഴോട്ടേക്കുള്ള ഷേപ്പിങ്ങിൽ നമുക്ക് മസിൽ റൗണ്ടിൻ്റെ പകുതിയും 3/4 പകുതിയും പിന്നെ കൈയുടെ അറ്റത്തിൻ്റെ പകുതിയും കാണേണ്ടതാണ് ഇത് ഷേപ്പ് ചെയ്യാൻ നേരം. ആദ്യം നമ്മൾ മസിൽ റൗണ്ടിൻ്റെ ലെങ്ത്ത് കാണണം. എന്നിട്ട് വേണം മസിൽ റൗണ്ടിൻ്റെ പകുതി എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. 6 ഇഞ്ച് മസിൽ റൗണ്ടിൻ്റെ ലെങ്ത്തും 11.5 ആണ് മസിൽ റൗണ്ട് വരുന്നത്. അതിൻ്റെ പകുതി 5.5 ആണ്. ഇനി നമുക്ക് 3/4 ലെങ്ത്തും ഇതുപോലെ തന്നെയാണ്. 3/4 ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ്. അതുപോലെ 3/4 വിഡ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. 11ൻ്റെ പകുതി 5.5 ഇഞ്ചാണ് അവിടെ വരുന്നത്. നമുക്ക് സ്ലീവിൻ്റെ അറ്റത്തിൻ്റെ വണ്ണം എടുക്കാൻ നമ്മുടെ കൈ ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് അതിൻ്റെ വണ്ണം എടുത്തിട്ട് വേണം, അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ 8 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ 1 ഇഞ്ച് വെച്ചാണ് നമുക്ക് സീം ഇടേണ്ടത്. ഷേപ്പിൻ്റെ അവിടെ 1/2 ഇഞ്ചാണ്. സൈഡിലും താഴെയും 1 ഇഞ്ചും ആം ഹോൾ ഷേപ്പിൻ്റെ അവിടെ 1/2 ഇഞ്ചുമാണ് സീം ഇടേണ്ടത്. ഇതിലാകെ വ്യത്യാസം വരുന്നത് മസിൽ റൗണ്ട് 3/4 അതുപോലെ ഫുൾ സ്ലീവിൻ്റെ വണ്ണവും നമ്മുടെ കൈ ചുരുട്ടി പിടിച്ചിട്ടുള്ളതിൻ്റെ വണ്ണവുമാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് സ്ലീവിൻ്റെ മെഷർമെൻറ്റിൽ വരുന്നത്. ഇനി നമുക്ക് സ്ലീവ് ക്ലോത്തിൽ കട്ട് ചെയ്യാം. അതിനായിട്ട് ക്ലോത്തിന് ഡിസൈനും നീളവും ഒക്കെ അനുസരിച്ച് വെക്കണം. അതുപോലെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്യാൻ. ഒരു ഫോൾഡ് മതി, കാരണം നമ്മൾ സ്ലീവ് നിവർത്തി പിടിച്ചാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം പാറ്റേൺ വെച്ചിട്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്യാം ആ ഷേപ്പിലൂടെ. ഇങ്ങനെയാണ് സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. ഇപ്പം ബോഡി പാർട്ടൊക്കെ ലൈനിങ്ങിലായിരുന്നു കട്ട് ചെയ്തത്. ഇനി നമുക്ക് നല്ല തുണിയിലൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ സ്ലീവിന് ലൈനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിനും ലൈനിങ്ങും ഇതുപോലെ തന്നെ കട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ നല്ല ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ഷിഫോൺ ടൈപ്പ് ക്ലോത്ത് ആയതുകൊണ്ട്, തെന്നി കളിക്കുന്നതായതുകൊണ്ട് നമ്മുടെ ആ ഷേപ്പ് ഉദ്ദേശിച്ച പോലെ കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണം. അതിനായിട്ട് ക്ലോത്ത് ഇതുപോലെ ഒന്ന് പകുതി മടക്കുക, ഒരു ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് കോണിച്ചും ഫോൾഡ് ചെയ്യുക. ഇത് ലൈനിങ് ആണ്, 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഇതുപോലെയാണ് ഫോൾഡ് ചെയ്യുന്നത്. നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗത്തോട് 1 ഇഞ്ച് കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത് അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 8.5 എനിക്ക് കിട്ടിയത്. ആ 8.5 ഇതുപോലെ ഒരു കോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ എല്ലായിടത്തും 8.5 കിട്ടുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് ലെങ്ത്തായ 14 ഇഞ്ച് കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതിപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് 1 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ. ഇപ്പം 45-ൽ നിന്ന് 14 കുറച്ചാൽ 31 കിട്ടുക. ഞാനിവിടെ 30 ഇഞ്ചാണ് എടുക്കുന്നത്, 1 ഇഞ്ച് കുറച്ചിട്ട്. ലൈനിങ് ആയതുകൊണ്ടാണ് 1 ഇഞ്ച് കുറച്ചത്. നല്ല തുണിയാണെങ്കിൽ 1 ഇഞ്ച് കുറയ്ക്കരുത്, 1 ഇഞ്ച് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെയാണ് നല്ല തുണിയിലും കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കേർട്ട് ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നല്ല തുണി കട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അംബ്രല്ല ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.